പ്ലീസ്. പാട്ട് 5 വർഷം ഞാൻ അവിടെ പണിയെടുത്തവനാ. പാട്ട് നിർത്തരുത്. ഞാനാ പറയുന്ന പാട്ട്. ഡയറക്ടർ മതി. ഈ ഡാൻസ് കളിച്ച് വന്നപ്പോഴത്തേന് വയറ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ അടുത്ത് വന്ന അത് സത്യത്തിൽ ഇങ്ങനെ എടുക്കേണ്ട സംഭവമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈസിയായിട്ട് എടുക്കാം. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഉദ്ദേശിച്ചത് ഇതായി 1.5 കിലോമീറ്റർ അപ്പുറം നിൽക്കുക. ഏത് ഇതോ? സ്വന്തം വീടുണ്ടോ? എനിക്കാ? പിന്നെ പാലയില്. എവിടെയത്? എന്റെ ദൈവമേ, ഇത് ആ പാലയല്ലത്. ഞങ്ങൾ പ്രേതങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമില്ലേ? പാലയുടെ മണ്ടയിൽ തൊട്ടടുത്ത പാലയിൽ താമസിക്കുന്നത് ഒരു വടേശിയാണ്. വടേശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വടേശിയല്ല. ആ വട ഉണ്ടാക്കി അയൽവക്കത്തുള്ള വീടുകൾ കൊണ്ടുകൊടുക്കുന്ന വടേശി. പിന്നെ അതിന്റെ അനിയത്തി ഉണ്ട് ഒരു പക്ക വട. അല്ലല്ല പക്ക വട ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പക്ക വടേശി. അവിടെയാണോ? നീ ഒരു കാര്യം, ഞാൻ പാട് കാണിച്ചു. ഇത്ര ഉണ്ട് ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, മുടി ഉണ്ടായിരുന്നു, നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. മമ്മിയുടെ മുടി കണ്ടിട്ടായിരുന്നു കേട്ടോ പപ്പ ഇഷ്ടപ്പെട്ടത്. പപ്പ എപ്പോഴും പറയും മുടി മാത്രം വെട്ടരുത്. ഒരു സിസ്റ്ററും കൂടി ഉണ്ടല്ലേ? ഒരൊന്നല്ല, അത് മറന്നുപോയത്. 3 പേരാണ് ഞങ്ങളുള്ള കട്ടിക്ക്. തിങ്കിൾ ബാൽ, ജിംപിൾ ബാൽ ആൻഡ് നയന ബാൽ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ സർ? സത്യം പറയാലോ, ഈ പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ നടത്തുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഫാഷൻ ഷോയേക്കാൾ എനിക്ക് ലാഭം ആണുങ്ങളുടെ ശരീര സൗന്ദര്യ മത്സരമാണ്. അല്ല സർ, എനിക്കത് മനസ്സിലായില്ല. 500 രൂപയ്ക്ക് കേസ് നിൽക്കും. ഈ ആൺകുട്ടികളുടെ ഫാഷൻ ഷോ 50 ഗ്രാം വെളിച്ചെണ്ണയും ഒരു കറുത്ത ഷഡ്ഡിയും ഉണ്ട്. പരിപാടി തീർന്നു. കല്ല് പോലെ നിന്നിട്ട് അവന്മാർ സംഭവം കാണിച്ചിട്ട് ഞാനും ജിപിയും കൂടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ കൊറോണ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ് കൊറോണ വന്നു പോയവർക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി ആന്റിബോഡീസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ എടുക്കണമെങ്കിൽ ഇനി ഒരു 10 വർഷം കഴിയണമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല ആന്റിമാർക്കല്ലേ പറ്റുള്ളൂ എന്ന് വേറെ ആരാ ശരിക്കും ട്രെക്ക് ചെയ്യാൻ പോയിട്ടില്ല? ശരി ശ്രീവിദ്യ. ഇല്ലേ, എന്റെ വീടേ ഏറ്റവും കുന്നിന്റെ താഴെയാ. ഞാൻ അത് നടന്ന് ഈ മലയൊക്കെ കേറി സ്കൂളിൽ പോയി പൊയൊക്കെ കടന്നിട്ട് വേണം നമ്മൾ. പിന്നെ കണ്ടത്തിലൊക്കെ പോയിട്ട് അങ്ങനെയല്ല നമ്മൾ പോരാ. അപ്പം പിന്നെ എനിക്ക് അറിഞ്ഞത് ഇങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കാന്നുള്ളത്. ട്രക്കിംഗ് ഒരു കരിയർ ആക്കാം. പൊയ കൂടെ റിവർ പിന്നെയാണ് എനിക്ക് അറിഞ്ഞത് ഇതൊരു കരിയർ ആക്കായിരുന്നു. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അന്ന് അറിയത്തില്ലല്ലോ ചേച്ചി, അന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് ചെറുതല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ജീവിതം. ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അടിപൊളി സൂപ്പർ. ഇതിപ്പോ വേറെ സംഭവം. നവ്യാനെ എപ്പോഴും അങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കാൻ പറ്റില്ല. ഇത്രയും ക്യാമറകളുണ്ട്. ഇതാകുമ്പോ ഡ്രസ്സിന്റെ പേരും പറഞ്ഞ് നോക്കാലോ. ഇതെന്നെ മുടിക്ക് തുരുമ്പ് പിടിച്ചോ? ശ്രദ്ധിക്കുക, ഞങ്ങളുടെ വീട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു കോമഡി വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. സുധിച്ചേട്ടൻ ഞങ്ങളുടെ വീട്ടിനടുത്ത് ബീഡി വലിക്കണ ഒരു അമ്മ ഉണ്ട്. അവരുടെ മുടി ഇതുപോലാന്ന് പറഞ്ഞ തീപ്പെട്ടി കൈ കൊണ്ട് നടക്കാത്തോണ്ട് മുടിക്കകത്ത് തീ കൊളുത്തിട്ടേക്കാ. തിരുമ്പ சார் ഞങ്ങൾ മിണ്ടാതിരുന്ന அப்ப அந்த மீசை இல்லாத வீரப்பன் இல்ல அந்த ப்ரோகிராம் நாங்கர் அந்த ஆளு தான் சொல்லி இருக்கு ഞങ്ങൾക്ക് വിളയാടാൻ. അതിന് പൈത്യം. അത് കേട്ട പാടി ഡാൻസ് കളിക്കാൻ നിനക്ക് കേടാ വലിയ പൈത്യം. அப்படி பேசாது சார், அப்படி பேசாத. இந்த பேக்கில் நிக்கிற ஒரு வன்கிழங்கு சார் பாத்தலையா? வெள்ள சட்டை. അവൻ മോഡലാടാ. അവൻ മോഡൽ, കിഴങ്ങിന്റെ മോഡൽ. எல்லாமே കിഴങ്ങുകളാ. ഒരു പരിപാടിയിൽ ഇത്രയാണ് കിഴങ്ങുകൾ വെച്ച് എപ്പടിയാ പരിപാടി പண்றது? സാർ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചായിരുന്നു. വായിച്ചായിരുന്നോ? എന്താണ് അയലേന്ന്? അയലേന്നായിരുന്ന? ഞാൻ കരുതി ഐ ലവ് യു എന്നായിരുന്നു. ഇത് മൊത്തത്തിൽ തെറ്റിയല്ല ഇത്. പിന്നെ വേറൊരു കാര്യം, നിന്റെ റിലീസ് ഇന്നലെ ഇൻസ്റ്റാൾമെന്റിൽ ഞാൻ കണ്ടായിരുന്നു. റിലീസ് ഇൻസ്റ്റാൾമെന്റിലല്ല, റീൽസ് ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഇതെല്ലാം ഈ ഒരു സ്കിറ്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അയ്യോ തീർന്നില്ല. എന്റെ അപ്പം വരാണ്ട്. ഒരു കോള് വരുന്നുണ്ട്.
നിനക്ക് കോളാണ്. നീ കോളെല്ലാം ഒപ്പിച്ച് വെച്ചേക്കും, ഇറങ്ങി ചെന്നാ മതി, ആ പുള്ളി തരും. പല ടൈപ്പിലുള്ള വിളിക്കണ കണ്ട വിളിക്കണ കണ്ട അതല്ല ഇവിടെ വന്ന് കൊളോകരന്റെ കടലമ്മയല്ല ഡയറക്ടർ നിന്റെ